എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ വില്ലന്മാര് അവരാണെങ്കിൽ ആ 7 സ്ക്വാഡ് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വരും. അവർ ഓരോരുത്തരായിട്ട് ഇപ്പൊ ആ സ്ക്വാഡ് കയ്യിലെടുക്കും. അപ്പോഴായിരിക്കും അതിന്റെ കാവൽക്കാരായ ചില റോബോട്ട്സ്, പപ്പട്സ് അവറ്റകളിപ്പോ അവിടേക്ക് വരിക. ആ മെയിൻ ലീഡർ സീസുമ അവൻ പറയും, നമ്മുടെ കയ്യിലുള്ള വെപ്പന്റെ പവർ അതെന്താണെന്ന് ഇപ്പൊ തിരിച്ചറിയാന്ന് പറഞ്ഞ് അവരാ റോബോട്ട്സുകളെ മുഴുവൻ ആ 7 സ്ക്വാഡുകൾ ഉപയോഗിച്ച് അങ്ങനെ അറ്റാക്ക് ചെയ്യാണ്. അറ്റാക്ക് ചെയ്ത് ആ റോബോട്ട്സുകളെല്ലാം തന്നെ അവർ നിമിഷ നേരം കൊണ്ട് തകർത്ത് കളയും. ലൈറ്റ്നിങ് ബ്ലേഡ്, എക്സിക്യൂഷണറി വെപ്പൻ അങ്ങനെ എല്ലാം ഉപയോഗിച്ച് അവർ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. സീസുമയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര ആവേശാവും. കുറച്ചു പേരെ അറ്റാക്ക് ചെയ്യാൻ എനിക്കും വേണം. എന്റെ കയ്യിലുള്ള വെപ്പന്റെ പവർ അതെനിക്കും ഒന്ന് ചെക്ക് ചെയ്തേ പറ്റൂ. സീസുമ ഫുൾ പവറിൽ ഇപ്പൊ കാഗുരയോട് പറയും, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോഴത്തെ മിസുകാഗയെ കൊന്നു തള്ളുക എന്നതാണ്. നമ്മുടെ ബ്ലഡ് മിസ്റ്റ് വില്ലേജിന്റെ അടുത്ത മിസുകാക അത് മറ്റാരുമല്ല കാഗുറ, നീയാണ്. അത് കേട്ട് കാഗുറ അവൻ ഒരു സെക്കൻഡ് ഷോക്കാവും. ഞാനോ? ആ വില്ലൻ വീണ്ടും അവന്റെ നെഞ്ചിലുള്ള ആ അടയാളം കാണിച്ചു കൊടുക്കും. നിനക്ക് ഈ അടയാളം അത് ഓർമ്മയില്ലേ? നീ യാഗുരയുടെ വംശമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിന്റെ ബ്ലഡ് പവർ അത് വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല. ഓൾറെഡി ആ ഹൊക്കാഗയുടെ മകൻ അവൻ നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. സോ കാര്യങ്ങൾ കൂടുതലും നമ്മുടെ കൈവിട്ട് പോകുന്നതിന് മുൻപ് നമ്മുടെ പ്ലാൻ അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും കാഗുറയെ കാര്യമായിട്ട് ബ്രെയിൻ വാഷ് ചെയ്യാണ്. പിന്നീട് ഓരോരുത്തരായിട്ട് ഇപ്പൊ അവനെ മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിച്ചു കൊണ്ടേയിരിക്കും. അവരുടനെ ആ 7 സ്ക്വാഡുമായിട്ട് പുറത്തേക്ക് പോകും. കട്ട് ചെയ്ത ആ 2 മിസുകാകമാരും ഇപ്പൊ സ്ക്വാഡ്സ് ഇരുന്ന റൂമിലേക്ക് വരും. ഓൾഡ് മിസുകാക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ അതാരുടെയും കയ്യിലില്ല. പിന്നെ എങ്ങനെ ഇത് ഓപ്പൺ ചെയ്ത് ഇതിലുള്ള സ്ക്വാഡുകള് അവര് കൊണ്ടുപോയി? അപ്പോഴായിരിക്കും മിസുകാക പറയാ, കാഗുരയുടെ കയ്യിലാണ് ഇതിന്റെ കീ. അത് കേട്ട് ഷോക്കായി ലേഡി മിസുകാക അവളിപ്പോ ചുറ്റും നോക്കും. അവിടെ മുഴുവൻ എന്തോ റെഡ് കളറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിക്കുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുക സീസുമ അവനാണ് ഇതിന്റെ പിന്നിലെന്ന്. ഉടനെ ചോച്ചിറ പറയും, ഒരു കാരണവശാലും അവര് കാഗുരയെ ഭീഷണിപ്പെടുത്തിയും അടിച്ചു ഇടിച്ചും ഇത് ചെയ്യാൻ സാധ്യതയില്ല. അവനെ മെന്റലി മാനിപ്പുലേറ്റ് ചെയ്ത് മാത്രമേ ഇത് ചെയ്യാൻ അവരെ കൊണ്ട് കഴിയൂ. ചോച്ചിറോ പറയും, എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് അവരെ എല്ലാവരെയും നമുക്ക് തകർക്കണം. ഇപ്പൊ കാഗുരയും നമുക്ക് എതിരാണ്. സോ അവനെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ആ വില്ലന്മാരെ തേടിപ്പോവും. അപ്പോഴായിരിക്കും ബൊറൂട്ടോ അവനിപ്പോ അവരുടെ 2 പേരുടെ അടുത്തേക്ക് ഓടിയെത്തുക. ബൊറൂട്ടോ പറയും, ഇതിന്റെ എല്ലാം പിന്നില് ആ സീസുമയാണ്. കാഗുറ അവൻ സത്യത്തില് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. അവനെ മെന്റലി മാനിപ്പുലേറ്റ് ചെയ്താണ് ആ വില്ലൻ ഇത് മുഴുവൻ ചെയ്യിപ്പിക്കുന്നത്. ചോച്ചിറോ ആണെങ്കിൽ അത് കേട്ട് ഞെട്ടിപ്പോവും. ഇവനെങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? ചോച്ചിറോ ബൊറൂട്ടോട് പറയും, ഇത് ഞങ്ങളുടെ വില്ലേജിന്റെ പ്രശ്നമാണ്. ഇതിൽ നിങ്ങൾ ആവശ്യമില്ലാതെ തലയിടണ്ട. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അതിന് ബൊറൂട്ടോ അവനിപ്പോ ചോച്ചിറോട് റിക്വസ്റ്റ് ചെയ്യും, സാർ പ്ലീസ് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. കാഗുര അവൻ ഇന്നസെന്റ് ആണ്. അതിന് ചോച്ചിറോ പറയും, ബൊറൂട്ടോ നിന്റെ മനസ്സ് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ കാഗുരയും മറ്റുള്ളവരെ പോലെ തന്നെ ഒരു ഷിനോബിയാണ്. വില്ലേജിനെതിരായിട്ട് ആര് വന്നാലും ഞങ്ങൾക്ക് മുൻപിൽ മറ്റൊരു വഴിയുമില്ല. അവരെ തകർത്ത് കളഞ്ഞേ പറ്റൂ. ഇത് ആക്ച്വലി നിങ്ങൾ കരുതും പോലെ അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. ഞങ്ങളെ കൊണ്ട് എളുപ്പത്തിൽ ഇത് തീർക്കാൻ കഴിയും. കുഞ്ഞി കുട്ടികളുടെ ഫൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുപോലെ ഇത്തവണ ഞാനും ഞങ്ങളുടെ ടീമും ചേർന്ന് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യും. ഞങ്ങളുടെ പവർ എന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കും. സോ ദയവ് ചെയ്ത് ഇത് ഞങ്ങൾക്ക് വിട്ടുതരാൻ ബൊറൂട്ടോ പറയും. ലേഡി മിസുകായ്ക്കാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. വാവ് ബൊറൂട്ടോ, ആക്ച്വലി നിന്റെ ഐഡിയ അത് ഒരുപാട് ഇഷ്ടമായി. പക്ഷെ നൈറ്റ് 10 മണിക്ക് നിങ്ങൾക്ക് നൈറ്റ് കോൾ വരില്ലേ? അതിന് ബൊറൂട്ടോ പറയും, അതിന്റെ മുൻപ് തന്നെ ഈ പ്രശ്നത്തിലുള്ള സൊല്യൂഷൻ ഞങ്ങൾ കണ്ടെത്തിയിരിക്കും. ഉടനെ ചോച്ചിറോ പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും. ഞാനൊരു മിസുകാഗ ആയിട്ടായിരിക്കില്ല, ഒരു ഗൈഡായിട്ടായിരിക്കും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുക. മാത്രമല്ല നിനക്ക് ഞാൻ ഒരു ടൈം ലിമിറ്റ് തരും. അതിനുള്ളിൽ നീ ഇത് കംപ്ലീറ്റ് ആക്കിയിരിക്കണം. അത് കേൾക്കേണ്ട താമസം ബൊറൂട്ടോയും സാറടയും അവർ രണ്ടുപേരും ഉഷാറായിട്ട് ഓടുകയാണ്. സാറട ചോദിക്കും, ബൊറൂട്ടോ നീ എന്തായി പറയണേ? ഇത് 7th ഹൊക്കാഗെ അറിഞ്ഞ വലിയ കുഴപ്പാവും. ഉടനെ ബൊറൂട്ടോ അവൻ സിമ്പിളായി അവളെ നോക്കി ചിരിച്ച് മുൻപോട്ടേക്ക് പോവും. കട്ട് ചെയ്ത ആ വില്ലന്മാര് അവരാണെങ്കിൽ സ്ക്വാഡൊക്കെ എടുത്ത് റെഡിയായിട്ട് അറ്റാക്ക് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഇപ്പൊ സീസുമ അവനാണെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് ആലോചിക്കുകയാണ്. എപ്പോഴും ഞാൻ തനിച്ചായിരുന്നു. ഞാൻ എപ്പോഴൊക്കെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടോ അപ്പൊ സീസുമ മാത്രമാണ് എന്നെ മനസ്സിലാക്കി ചേർത്ത് പിടിച്ചത്. സോ ബൊറൂട്ടോ, ഇനി വീണ്ടും നീ എന്റെ മുൻപിൽ വന്ന പഴയ കാര്യങ്ങളൊന്നും ഞാൻ ഓർക്കില്ല. എന്റെ ഗ്രാൻഡ് പേയുടെ ബ്ലഡിന്റെ പവർ അതെന്താണെന്ന്
നീയും അറിയും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഡെങ്കി അവൻ ഇവാബയോട് ചോദിക്കും, ഞാൻ രാവിലെ മുതല് ബൊറൂട്ടോയെ അന്വേഷിക്കുകയാണ്, നീ അവനെ ഇവിടെ എവിടെയെങ്കിലും കണ്ടോ? അതിന് ഇവാബെ പറയും, അതിന് ഇവാബെ, ഞാൻ ബൊറൂട്ടോയും കണ്ടിട്ടില്ല, അവന്റെ കൂടെ ഉണ്ടായിരുന്ന കാഗുറയും കണ്ടിട്ടില്ല. അതിനുശേഷം അല്പം കഴിയുമ്പോ ബൊറൂട്ടോയും സാറടയും അവർ രണ്ടുപേരും ഇപ്പൊ അവിടേക്ക് തിരിച്ചു വരും. ബൊറൂട്ടോ ഡെങ്കിയോട് പറയും, എനിക്ക് സാറടയ്ക്കും അത്യാവശ്യമായിട്ട് ഒന്ന് പുറത്തേക്ക് പോകണം, ഞങ്ങൾ അഥവാ വരാൻ ലേറ്റ് ആവുകയാണെങ്കിൽ നീ മാസ്റ്ററിനോട് ഞങ്ങൾക്ക് വേണ്ടി ഒരു എക്സ്ക്യൂസ് ചോദിക്കണം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ വീണ്ടും പുറത്തേക്ക് പോകും. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് ഷിക്കടായി അവനാണെങ്കിൽ ബൊറൂട്ടോയും സാറടയും എന്തോ ഒന്ന് മറയ്ക്കുന്നു മനസ്സിലാവും. കാരണം ഇത്രയും നാളും അവർ കീരിയും പാമ്പുമായിരുന്നു. സോ അവരെന്തോ ഹൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അവനും ജിന്നും ഇപ്പൊ അവരെ ഫോളോ ചെയ്ത് പിന്നാലെ പോവും. കട്ട് ചെയ്ത ഹാച്ചിയോ അവനാണെങ്കിൽ ബൊറൂട്ടോയെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞ് നടന്നു വരും. അങ്ങനെ നടന്നു വന്നുപെടുക ആ ഇവാബയുടെ മുൻപിലായിരിക്കും. മറ്റൊരു ഭാഗത്ത് മെയ്റ്റ്സിയ അവനാണെങ്കിൽ ഓൾറെഡി ആ സുഗട്സു അവനെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. മെയ്റ്റ്സിയ പറയും, എനിക്കറിയാം ബൊറൂട്ടോയ്ക്ക് വേണ്ടിയല്ലേ നിങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നേ, നിങ്ങളുടെ ശരിക്കുള്ള മിഷൻ അതെന്താണ്? അപ്പൊ അതേസമയം ലോങ് ഷോട്ടില് ഈനോജിനും ഷിക്കടയും അവർ രണ്ടുപേരും അവര് സംസാരിക്കുന്നതൊക്കെ അങ്ങനെ ഒളിഞ്ഞു നിന്ന് കാണുകയാണ്. അടുത്ത സെക്കൻഡ് സുഗട്സു അവന്റെ വാട്ടർ സ്റ്റൈൽ ഉപയോഗിച്ച് അവരുടെ പുറകിൽ വന്ന് നിൽക്കുകയാണ്. അനങ്ങിപ്പോയ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ തട്ടിക്കളയും. ഉടനെ മീറ്റ്സിയ അവനവിടേക്ക് ഓടി വന്ന് പറയും, അയ്യോ ഇല്ല, അവരൊന്നും ചെയ്യാൻ പാടില്ല, അവർ രണ്ടുപേരും എന്റെ ഫ്രണ്ട്സാണ്, നിങ്ങൾ രണ്ടുപേരും എങ്ങനെ ഇവിടേക്ക് വന്നുവെന്ന് മീറ്റ്സിയ ചോദിക്കും. അതിന് ഷിക്കട പറയും, ബൊറൂട്ടോ അപകടത്തിലാണെന്ന് ഞങ്ങൾക്കറിയാം, സോ ഞങ്ങളും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അതിന് മെയ്റ്റ്സിയ പറയും, ആദ്യം നിങ്ങൾ ആ സീസ്മ അവനെ വേണം തകർത്ത് കളയാൻ, അതിനുശേഷം ബൊറൂട്ടോയെ രക്ഷിക്കാന്ന് പറഞ്ഞ് അവരിപ്പോ ഒറ്റക്കെട്ടായി ഫൈറ്റിന് പോവാൻ തയ്യാറെടുക്കും. കട്ട് ചെയ്ത ആ വില്ലന്മാര് അവരാണെങ്കിൽ അവരുടെ ഗ്രാമത്തിലെ ചരിത്രം ഉറങ്ങുന്ന ആ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്. അതിനുശേഷം പഴയ കാര്യങ്ങളെല്ലാം ഓർത്ത് എന്റെ മുൻപിൽ അങ്ങനെ വണങ്ങി നിൽക്കും. ഉടനെ സീസുമ പറയും, എല്ലാവരും ഈ ഒരു സ്ഥലത്തെ വളരെ ബഹുമാനത്തോടു കൂടെയാണ് കാണുന്നത്, പക്ഷെ സത്യത്തില് നിനക്കൊരു കാര്യം അറിയോ, നമ്മുടെ ഒന്നും തലമുറയിൽപ്പെട്ട ആരെയും ഇവിടെ അടക്കം ചെയ്തിട്ടില്ല. ആദ്യം നമ്മൾ തകർക്കേണ്ടത് അത് മറ്റൊന്നുമല്ല ഈ കല്ലറയാണെന്ന് അവൻ കാഗുറയോട് പറയും. അത് കേട്ട് കാഗുറയും അവന്റെ സ്ക്വാഡ് എടുത്ത് അത് തകർക്കാൻ തയ്യാറായി നിൽക്കും. അവരത് വെട്ടിയെറിയാനായിട്ട് അങ്ങനെ ഹായായിട്ട് വരാണ്. കറക്റ്റ് ടൈം ബൊറൂട്ടോ അവൻ ചാടി വീണ് അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. സീസുമയാണെങ്കിൽ ബൊറൂട്ടോയെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് വരുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് മിസുകാഗയെ കാണുക. ഓ നീയപ്പോ ഒറ്റയ്ക്കല്ലല്ലേ, മിസുകാഗയും കൂട്ടിയാണ് നീ ഇവിടേക്ക് വന്നത്. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾ 3 പേരെയും വേദന എടുപ്പിക്കാതെ കൊന്ന് ഞങ്ങൾ ഈ കല്ലറയിൽ തന്നെ അടക്കം ചെയ്യാം. അടുത്ത സെക്കൻഡ് 2 ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ ഫൈറ്റ്. സീസുമ ആണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് അവിടെ മുഴുവൻ ഫോഗ് ഫില്ല് ചെയ്യും. അതിനുശേഷം സ്ട്രിങ്സ് ഒക്കെ ഉപയോഗിച്ച് ഇപ്പൊ നമ്മുടെ ആൾക്കാരുമായിട്ട് പൊരിഞ്ഞ അട്ടിയിട്ടി ഫൈറ്റ്. ഇവിടെ ചോച്ചിറോയ ആണെങ്കിൽ ആ സ്ട്രിങ്സ് ഒക്കെ ഉപയോഗിച്ച് ഒരുപാട് പേര് ലോക്ക് ചെയ്തിരിക്കുകയാണ്. നീ മിസുകാക പവർ വെച്ച് ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമല്ലേ, നീ ഒരിക്കലും ഇനി ഇവിടെ മിസുകാകയായി ഇരിക്കില്ല എന്ന് പറഞ്ഞ് അവരിപ്പോ അവനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഈ സമയം ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ആ മിസ്റ്റ് കൊണ്ട് ചുറ്റുമുള്ള ഒന്നും കാണാൻ കഴിയില്ല. കട്ട് ചെയ്ത സാറട അവൾ ഏതോ ഒരു കുഴിയിലേക്ക് അങ്ങനെ വീണ് കിടക്കുകയാണ്. അവളുടെ തൊട്ടു മുൻപില് ലൈറ്റ്നിങ് സ്ക്വാഡൊക്കെ ആയിട്ട് ആ വില്ലത്തി അവൾ അതൊക്കെ വീശി സാറടയുടെ അടുത്തേക്ക് വരും. അതേസമയം ആ വില്ലന്മാര് അവരാണെങ്കിൽ ഇപ്പൊ ചോച്ചറായി പിടിച്ചു വലിച്ച് അവനെ ചീത്ത വിളിച്ചും കളിയാക്കിയും കാർപ്പിച്ച് തുപ്പുകയാണ്. നീ ഒറ്റ ഒരുത്തനാണ് മിസ്റ്റ് വില്ലേജിനെ ഈ ഗതിയിലാക്കിയത്. വെറും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി നീ മിസ്റ്റ് വില്ലേജിനെ മാറ്റി. അതിന് ചോച്ചിറ ഞാനിപ്പോ ഫെയിലായിരിക്കുകയാണ്. കാരണം ഞാൻ ഭരിക്കുമ്പോൾ തന്നെ നിങ്ങളെപ്പോലുള്ളവര് ഇവിടെ ഉണ്ടെന്നറിഞ്ഞതിൽ എനിക്ക് വളരെയധികം അപമാനം തോന്നുന്നു. നിങ്ങൾ ഇപ്പോഴെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, ആ സീസുമ അവൻ നിങ്ങളെ എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുകയാണ്. റെഡ് മിസ്റ്റ് വില്ലേജ് ഈ മിസ്റ്റ് വില്ലേജ് ആക്കി മാറ്റാൻ നമ്മളെല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. അവസാനം എനിക്കിപ്പോ എന്റെ കാഗുറെ പോലും നഷ്ടപ്പെട്ടു പോയി. അടുത്ത സെക്കൻഡ് അവരെല്ലാവരും ചേർന്ന് മിസുകാകെ അറിഞ്ച പൊറഞ്ച അറ്റാക്ക് ചെയ്യാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത കാഗുറ അവൻ ഫുൾ കലിപ്പില് അങ്ങനെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.